വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാട്ടോ. ട്രിപ്പല്ല, നമ്മളൊന്ന് കറങ്ങാൻ പോവുകയാണ്. കോഴിക്കോട് മിഠായിത്തെരുവ് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ചേച്ചിയും പ്രജിയേട്ടനും അമ്മ ഉണ്ട്, പിന്നെ സുധിയുണ്ട്. ആമീനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടിയപ്പോൾ അമ്മക്കുട്ടി വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അവൾക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനൊക്കെ അറിയാം, അവൾക്ക് ഇഷ്ടമാണ് അതെടുത്ത് തരാൻ. അപ്പോൾ അവളാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടോ. കോഴിക്കോട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങി. അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. എനിക്ക് താനൂരിന്ന് ട്രെയിനിൽ കയറുമ്പോൾ എൻ്റെ കാലിന്ന് ചെരുപ്പ് ഒരു ട്രാക്കിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനൊന്നും പറ്റിയില്ല, ട്രെയിൻ എടുത്തു. അങ്ങനെ ഒറ്റക്കാലിൽ ചെരുപ്പായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നേരെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ കാണുന്ന ഷോപ്പിൽ നിന്ന് ഒരു ക്രോക്സ് വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ വന്നു. ഇവിടെയൊക്കെ ഹലുവയൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ അതാട്ടോ. ഇവിടെ എല്ലാ സാധനവും അവൈലബിളാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് എന്നും ഇതിലൂടെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് പോയിരുന്നതും പിന്നെ ക്ലാസ്സിലേക്ക് പോയിരുന്നതും SM സ്ട്രീറ്റ് കവർ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു നൊസ്റ്റുമായിട്ട് ഇങ്ങനെ ഓർമ്മ വരാൻ തുടങ്ങി. ഇവിടെ കമ്മലിൻ്റെ കളക്ഷൻ അടിപൊളി കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി. പിന്നെ അമ്മക്കുട്ടിക്ക് ഫാൻസി വാങ്ങാൻ വേണ്ടി ഫാൻസി സ്റ്റോർ കയറി. 2-3 സ്റ്റോർ കയറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നിലേക്ക് പോയപ്പോൾ ഇവിടെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ കണ്ടു കേട്ടോ. കുറച്ചും കൂടി മുന്നിലേക്കായിട്ട്. അത് മാത്രമല്ല, കുഞ്ഞു കുട്ടികളുടെ 100 രൂപയ്ക്ക് 4 എന്നും പറഞ്ഞ് കൊടുക്കുന്ന പാൻറ്റും ബനിയനും അങ്ങനെയൊക്കെ കണ്ടു. പക്ഷെ ഈ പ്രായം വിട്ടിട്ടുണ്ട്. അവൾക്കിത് പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ പൊട്ടി അങ്ങ് ഇതാവും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കുറച്ചും കൂടി മുന്നിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ കമ്മലിൻ്റെ കളക്ഷൻ കണ്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞായറാഴ്ചയായിട്ട് പൊതുവേ തിരക്കുണ്ട്. അതിൻ്റെ കൂടെ കമ്മൽ അല്ലെങ്കിൽ ഫാൻസി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള സ്ഥലത്ത് ഒന്നും കൂടി തിരക്കുണ്ടേ. അങ്ങനെ ഞങ്ങൾ കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഇവിടെ കുറേ ഫാൻസി ഐറ്റംസൊക്കെ വിൽക്കുന്നൊരു കട കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഫാൻസിയുടെ. അങ്ങനെ കമ്മൽ കിട്ടി. ഇവിടുന്ന് ഞാനും ചേച്ചിയും കമ്മലെടുത്തു. അമ്മുക്കുട്ടി നോക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വെറൈറ്റി ഐറ്റംസൊക്കെ നോക്കിയിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് പൊതുവേ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ല രസമാണല്ലോ. ഇതിങ്ങനെ ടേൺ ചെയ്ത് ഓരോ ഭാഗമായിട്ടാണ് കവർ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു അമ്പലം കണ്ട ആൾക്കാരുണ്ടാവും. അതായത് SM സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം. നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഇവിടെ തൊഴുതിട്ടൊക്കെയാണ് അങ്ങോട്ട് പോവാറ്. ശേഷം ഞങ്ങൾ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജെൻസിൻ്റെ ഷോപ്പ് കയറി. അവിടെ അവരെടുക്കുകയാണ്, ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്. ചേച്ചി ഇതവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ നടന്നിട്ട് റഹ്മത്ത് ഹോട്ടലിലേക്ക് പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നേരം നിന്നിട്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അവിടെ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി കഴിക്കാനാണ് റഹ്മത്തിലേക്ക് പോകുന്നത് തന്നെ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് കാലിയായിട്ടൊക്കെ കിടക്കുന്നത്, ഈ ബീച്ച് റോഡൊക്കെ. നമ്മൾ ആദ്യം SM സ്ട്രീറ്റിൽ കണ്ട തിരക്കേ ഇല്ല കേട്ടോ ഇവിടെ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളൊരു നടത്താവുമല്ലോ എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയത്. അങ്ങനെ ബീച്ചിലേക്ക് എത്തി. ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാനം പിടിച്ചു കേട്ടോ. അമ്മൂനൊരു മരത്തിൻ്റെ കൊമ്പിലൊക്കെ കയറ്റി വെച്ചു. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി. ട്രെയിൻ കയറി നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ താനൂരിൽ തന്നെ എത്തി. ഇവിടുന്ന് വേഗം വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആമീനെ കൂട്ടി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. കണ്ടിഷ്ടമായിട്ടില്ലെങ്കിൽ കൂടെ നിൽക്കണേ.